സംഭാഷണങ്ങളുടെ മൗലികമായ ഒരു സവിശേഷത അദ്ദേഹം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അതിലളിതമായ വാക്യങ്ങളിൽ സംസാരിക്കുകയും അതിൽ അത്യഗാധമായ ആശയങ്ങളെ സന്നിവേശിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ഏറെ പേരൊന്നുമില്ല. കേരളത്തിൽ അങ്ങനെ ഒരു നാരായണ ഗുരുവിനെ കാണാം, ദക്ഷിണേന്ത്യയിൽ നമുക്ക് അങ്ങനെ രമണ മഹർഷിയെ പോലെ ഒരാളെ കാണാം. ചുരുക്കം പേര് മാത്രമേ അങ്ങനെ സംസാരിക്കുന്നവരായിട്ടുള്ളൂ. പക്ഷെ ഗാന്ധിയിൽ അങ്ങനെ ഒരു സംഭാഷണ രീതി ഉണ്ടായിരുന്നു. അത് വലിയ തിരുത്തലുകളും വലിയ പുനർവിചാരണങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ലഘുവായ വാക്യങ്ങളായിരുന്നു. അത്തരം ഒരു വാക്യമാണ് ദേശീയതയെയും ദേശത്തിൻ്റെ ധർമ്മത്തെയും സംബന്ധിച്ച് ഗാന്ധിജി അവതരിപ്പിച്ച ഈ വാക്യം. വാസ്തവത്തിൽ ദേശീയത എന്നത് ദേശത്തിൻ്റെ സഹജമായ ഒരു മൂല്യമൊന്നും അല്ല. ഇത് നാം ആദ്യമേ പറഞ്ഞുറപ്പിക്കണം. കാരണം ദേശീയത ഒരു ദേശത്തിൻ്റെ ജന്മസഹജമായ ഭാവമാണെന്നും ആയിരക്കണക്ക് വർഷങ്ങളായി ദേശീയ ഭാവനയ്ക്ക് ദേശീയതയ്ക്ക് ഇവിടെ നിലനിൽപ്പുണ്ടെന്നും അതിൻ്റെ വേരുകൾ സംസ്കാരത്തിലോ മതത്തിലോ മൂല്യവിചാരങ്ങളിലോ ആണെന്നും അതിൻ്റെ ഉടമാവകാശം തങ്ങൾക്കാണ് എന്നുമൊക്കെ വാദിക്കുന്ന അത്യന്തം അക്രമോത്സുകമായ ഒരു രാഷ്ട്രീയ ഭാവന ദേശീയതയുടെ മറപറ്റി നിൽക്കുന്ന കാലത്ത് ദേശീയത എന്നത് തികച്ചും ചരിത്രപരമായ വളരെ ആധുനികമായ ഒരു സങ്കല്പനമാണെന്നും അതിനെ മനുഷ്യവംശം ഏറ്റെടുക്കുന്നത് ആധുനികമായ ഒരു ചരിത്രസന്ധിയിലാണ്. അതിനു മുൻപ് ദേശീയതയുടെ ഈ പ്രകാരങ്ങൾ നിലനിൽക്കുന്നില്ല എന്നുമുള്ള സുവ്യക്തമായ രാഷ്ട്രീയ ബോധ്യം നാം ആദ്യമേ ആർജിക്കേണ്ടതുണ്ട്. ദേശീയതയിൽ നാം ഉൾച്ചേർക്കുന്ന മൂല്യങ്ങളോ ദേശീയതയുടെ അടിസ്ഥാനങ്ങളായി നാം സങ്കല്പിക്കുന്ന കാര്യങ്ങളോ ഒരു ഭൂപ്രദേശമോ അതിലെ മനുഷ്യജീവിതമോ ഒക്കെ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ളതായിരിക്കും. പക്ഷെ ഈ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ദേശീയത എന്ന ആധുനികമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. ദേശീയതയെ നിർവചിക്കാൻ നിങ്ങൾ ചിലപ്പോൾ മതത്തെ ആശ്രയിച്ചു എന്ന് വരും. ദേശീയതയെ നിർവചിക്കാൻ ഭാഷയെ ആശ്രയിച്ചു എന്ന് വരും. ദേശീയതയെ നിർവചിക്കാൻ ഒരു ഭൂപ്രദേശവും അവിടെ വികസിച്ചു വന്ന ജീവിത ബന്ധങ്ങളെയും ആശ്രയിച്ചു എന്ന് വരും. ഇവയ്ക്കൊക്കെ ദീർഘകാലത്തെ പഴക്കവും ഉണ്ടാവും, ദീർഘകാലത്തെ ചരിത്രവും ഉണ്ടാവും. പക്ഷേ അവയൊന്നും അവയിൽ തന്നെ ദേശീയതയുടെ ആകത്തുകയല്ല എന്ന് നാം മനസ്സിലാക്കണം. ലോകമെമ്പാടുമുള്ള ദേശീയതകളിൽ വലിയൊരു പങ്കും ആധാരമാക്കിയത് ഭാഷയെയാണ്. ഭാഷാ ദേശീയതകളായിട്ടാണ് ദേശീയത നിലവിൽ വന്നത്. പക്ഷേ ഭാഷയുടെ പഴക്കമുള്ള ഒന്നല്ല ദേശീയത എന്ന സങ്കല്പം. മനുഷ്യവംശത്തെ സംബന്ധിച്ച് 18-ാം നൂറ്റാണ്ടോടെയും 19-20 നൂറ്റാണ്ടുകളിലുമായി വികസിച്ചു വന്ന ആധുനികമായൊരു രാഷ്ട്രീയ ഭാവനയാണ് ദേശീയത. ദേശീയതയെക്കുറിച്ചുള്ള 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിചാരങ്ങൾ അവതരിപ്പിച്ച ഒരുപാട് പേരുണ്ട്. ഗൽനറെ പോലെയും അല്ലെങ്കിൽ എറിക് ഹോബ്സ്ബോമിനെ പോലെയും ബെനഡിക്റ്റ് ആൻഡേഴ്സനെ പോലെയും കോൾറെന്നറെ പോലെയും ഒക്കെ ധാരാളം പണ്ഡിതന്മാർ ദേശീയതയെക്കുറിച്ചുള്ള പലതരം വിചാരങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും മർമ്മസ്പർശിയോ ഏറ്റവും പ്രചാരം കൈവന്നതോ ആയ ആശയങ്ങൾ അവതരിപ്പിച്ച ബെനഡിക്റ്റ് ആൻഡേഴ്സൺ. അദ്ദേഹം ദേശീയതയെക്കുറിച്ച് പറയുന്ന ഏറ്റവും ലഘുവായ ഒരുപക്ഷെ ഏറ്റവും സുതാര്യമായ ഒരു വിശദീകരണം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ശീർഷകം തന്നെയാണ് ഇമാജിൻഡ് കമ്മ്യൂണിറ്റി എന്നാണ്. ഒരു ഭാവനാ സമുദായമാണ്. ഒരു ദേശീയ സമൂഹം എന്ന് പറയുന്നത് ഒരു ഭാവനാ സമുദായമാണ്. ഞങ്ങൾ ഒന്നാണ്, ഒരു ജനതയാണ് എന്നൊരു ജനത അതിലെ അംഗങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്നതോടെ അവർക്കിടയിൽ രൂപപ്പെട്ടു വരുന്ന സവിശേഷമായ ജീവിതബോധ്യങ്ങളാണ് ദേശീയതയുടെ അടിസ്ഥാനമാകുന്നത്. അതുകൊണ്ട് ദേശീയത എന്നത് ഭാഷയോ മതമോ ഭൂപ്രദേശമോ സംസ്കാര മൂല്യങ്ങളോ ഭക്ഷണ രീതിയോ വസ്ത്രധാരണ രീതിയോ പോലുള്ള ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാമെങ്കിലും ദേശീയതയെ അവയൊന്നിനോടും നമുക്ക് നേർക്കുനേരെ ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് അതേ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിന്ന് ഭിന്നമായി ദേശീയതയെ വംശത്തോടോ ദേശീയതയെ മതത്തോടോ ഒക്കെ ബന്ധപ്പെടുത്തി വിശദീകരിക്കാനും മതാധികാരത്തെ ദേശീയതയുടെ അധികാരമാക്കാൻ വംശാധികാരത്തെ ദേശാധികാരമാക്കി മാറ്റാൻ സാംസ്കാരിക പാരമ്പര്യത്തെ ദേശീയ പാരമ്പര്യമാക്കി അവതരിപ്പിക്കാൻ ഒക്കെ ലോകത്ത് ദേശീയതയുടെ ചരിത്രത്തിനുള്ളിൽ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങൾ നടത്തിയതെല്ലാം തന്നെ ഏറിയും കുറഞ്ഞും ഫാഷിസ്റ്റുകളാണ് എന്ന കാര്യവും നാം ഓർക്കണം.
അതുകൊണ്ട് ചരിത്രേതരമായ ഒരു ശാശ്വത മൂല്യമായി ദേശീയതയെ കാണുകയും എല്ലാ കാലത്തും എപ്പോഴും നിലനിൽക്കേണ്ടുന്ന മൂല്യമായി അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഉടമാവകാശത്തിൻ്റെ ബലത്തിൽ രാഷ്ട്രാധികാരം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്ന വിചാരഗതിയോട് അടിസ്ഥാനപരമായി വിയോജിച്ചുകൊണ്ട് ദേശീയത എന്നത് ആധുനികതയുടെ ചരിത്ര സന്ദർഭത്തിൽ രൂപപ്പെട്ടു വന്ന സവിശേഷമായ ഒരു രാഷ്ട്രഭാവനയാണ് എന്ന കാര്യത്തെ നാം ഒന്നാമതായി ഉറപ്പിക്കണം. ഈ രാഷ്ട്രഭാവനയെ ദ്യോതിപ്പിക്കാനാണ് വാസ്തവത്തിൽ ആൻഡേഴ്സൺ ഇമാജിൻഡ് കമ്മ്യൂണിറ്റി എന്ന ആശയം കൊണ്ടുവന്നത്. ഇത് മധ്യകാല നാടുവാഴ്ത്തത്തിൻ്റെയും രാജവാഴ്ചയുടെയും ഘട്ടങ്ങളിൽ നിന്ന് ആധുനിക ജനാധികാരത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് മനുഷ്യവംശം പരിണമിക്കുന്ന സമയത്ത് ഒരു രാജ്യത്തെയോ ഒരു ദേശത്തെയോ നിർവചിക്കാനായി രാജാവ് പോരാ, ഭരണാധികാരി പോരാ, ജനങ്ങൾ വേണം എന്ന് വന്ന ഘട്ടത്തിലാണ് രാജ്യത്തെ രാജാവിനെ കൊണ്ടല്ല രാജ്യത്തെ ജനങ്ങളെ കൊണ്ടാണ് നിർവചിക്കേണ്ടത് എന്ന് വരുന്ന ഘട്ടത്തിലാണ് ആരാണ് ഈ രാജ്യത്തിൻ്റെ ഉടമാവകാശമുള്ള ജനത എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി എന്ന നിലയിലാണ് ദേശീയത രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് രാജവാഴ്ചയുടെയും മധ്യകാല നാടുവാഴ്ത്തത്തിൻ്റെയും പ്രഭുത്വത്തിൻ്റെയും ഒക്കെ സന്ദർഭത്തിൽ നിന്ന് സഹജമായി വികസിച്ചു വന്ന ഒന്നല്ല ദേശീയതാ സങ്കല്പം. അതിൽ നിന്നുള്ള നിർണായകമായ വിച്ഛേദമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആധുനികതയുടെ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ മധ്യകാലത്തിൻ്റെ നാടുവാഴ്ത്തത്തിൻ്റെയും രാജവാഴ്ചയുടെയും ക്രമങ്ങളിൽ നിന്ന് ആധുനിക ജനാധിപത്യത്തിലേക്കുള്ള പരിവർത്തനത്തിലാണ് ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നത് എന്ന് പറഞ്ഞത്. ലളിതമായി പറഞ്ഞാൽ ഫ്രാൻസ് എന്താണ് എന്ന ചോദ്യത്തിന് നെപ്പോളിയന്റെ കാലത്ത് പറയാവുന്ന ഉത്തരം നെപ്പോളിയൻ ഭരിക്കുന്നതെല്ലാം ഫ്രാൻസാണ്. ഏതാണ് തിരുവിതാംകൂർ എന്ന ചോദ്യത്തിന് മാർത്താണ്ഡവർമ്മ ഭരിക്കുന്നത് തിരുവിതാംകൂറാണ് എന്നുത്തരം പറയാം. പക്ഷെ ഏതാണ് കേരളം എന്ന ചോദ്യത്തിന് EMS ഭരിച്ചതാണ് കേരളം എന്ന ഉത്തരമില്ല. കേരളം ഭരിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS. രാജാവിനെ കൊണ്ട് രാജ്യത്തെ നിർവചിക്കുകയല്ല, മറിച്ച് രാജ്യത്തെ നിർവചിക്കാൻ ജനതയെ രാജ്യവുമായി ബന്ധിപ്പിക്കുന്ന ഒരടിസ്ഥാന മൂല്യത്തെ കണ്ടെടുക്കുകയും ആ മൂല്യത്തെ മുൻനിർത്തി ജനങ്ങളെ നിർവചിക്കുകയും ആ ജനങ്ങളാണ് രാജ്യം, ദേശം എന്ന് ഭാവന ചെയ്യുകയും ചെയ്യുന്ന ജനാധികാരത്തിൻ്റെ പുതിയൊരു പ്രകരണമാണ് ദേശീയത എന്ന സങ്കല്പത്തെ സാധ്യമാക്കുന്നത്. അതുകൊണ്ടാണ് EMS എന്താണ് കേരളം എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാതമായ ഒരു പുസ്തകത്തിൻ്റെ ശീർഷകത്തിൽ ഉത്തരം പറയുന്നത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നത്. ഇത് മലയാളം എന്ന ഭാഷാ സ്വത്വത്തെ മുൻനിർത്തി മലയാളിയെ നിർവചിക്കുകയും ഈ മലയാളിയുടെ ജീവിത സ്ഥാനമാണ് കേരളം എന്ന് പറയുകയും അതല്ലാതെ ചിരപുരാതനമായ ചേര സാമ്രാജ്യത്തിന്റെ പിന്തുടർച്ചയല്ല, അല്ലെങ്കിൽ മധ്യകാല സാംസ്കാരിക മൂല്യങ്ങളുടെ പുതുതായ രൂപപ്പെടലല്ല, പരശുരാമൻ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ച ഒന്നല്ല, മലയാളികളുടെ മാതൃഭൂമി എന്ന ഭാഷാ സ്വത്വത്തിൽ നിന്ന് ദേശീയതയെ ഭാവന ചെയ്യുന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല. അതുകൊണ്ട് ദേശീയത എന്ന സങ്കല്പത്തിലേക്ക് നോക്കുമ്പോൾ നാം ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആധുനികമായ ഒരു സമൂഹ ചരിത്ര സന്ദർഭത്തിൽ ഒരു ജനത തങ്ങളുടെ സ്വത്വത്തെ തന്നെ ഭാവന ചെയ്യുന്ന, അതിൻ്റെ ആധാരത്തെ പുനർനിർവചിക്കുന്ന ഒരു അടിസ്ഥാന രാഷ്ട്രീയ ഭൂമികയാണ് ദേശീയത. അത് പ്രാചീനമല്ല, ചിരപുരാതനമല്ല, കാലാതീതവും അല്ല. ഇതാണ് എന്ന് വരുത്താനാണ് ഇന്ന് ഇന്ത്യയിൽ ഹിന്ദുത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇതിൻ്റെ ചരിത്രാത്മകതയെക്കുറിച്ച് ഞാൻ ഇത്രയും ആദ്യമായിട്ട് പറയാനായിട്ട് ശ്രമിച്ചത്. ഈ നിലയിൽ നോക്കിയാൽ ഇന്ത്യയുടെ ദേശീയതാ സങ്കല്പം എങ്ങനെയാണ് വികസിച്ചു വന്നത്, ഏതേത് പടവുകളിലൂടെ അത് സഞ്ചരിച്ചു, അതിൽ ഗാന്ധിജിക്ക് എന്താണ് നിർണായകമായ ഒരു പങ്കുള്ളത് എന്ന് നാം പ്രത്യേകമായിട്ട് നോക്കേണ്ടതുണ്ട്. എന്താണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയതയിൽ നടത്തിയ ഇടപെടൽ, അഥവാ ഗാന്ധിയും ദേശീയതയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇങ്ങനെ ആലോചിക്കുമ്പോൾ ദേശീയത എന്ന് പറയുന്നത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു ശില്പം പോലെ കാലങ്ങളായി മാറ്റമില്ലാതെ നിൽക്കുന്ന ചിരസ്ഥായിയായ ചില മൂല്യങ്ങളുടെ ആവിഷ്കാരമാണ് എന്ന വീക്ഷണത്തെ നാം ആദ്യമേ കൈയൊഴിയേണ്ടതുണ്ട്.
അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ഏകാത്മകമായ, ചിരസ്ഥായിയായ, പരിണാമരഹിതമായ കേവല മൂല്യങ്ങളിലാണ് ദേശീയത അടിയുറച്ചു നിൽക്കുന്നത്. ആ മൂല്യങ്ങളുടെ ഉടമാവകാശം ആർക്കാണോ അവർക്കാണ് ദേശാധികാരം സ്വാഭാവികമായി വരിക എന്നത് മതരാഷ്ട്രവാദത്തിന്റെ, ഫാഷിസത്തിന്റെ ഒരടിസ്ഥാന യുക്തിയാണ്. അതുകൊണ്ട് ഫാഷിസ്റ്റുകൾ എപ്പോഴും ദേശീയതയെ ശാശ്വതവൽക്കരിക്കാൻ ശ്രമിക്കും, ജനാധിപത്യവാദികൾ ദേശീയതയെ ചരിത്രവൽക്കരിക്കാൻ ശ്രമിക്കും. ഇത് ദേശീയതയെ സംബന്ധിച്ച് മാത്രമല്ല കേട്ടോ, പൊതുവിൽ അമിതാധികാരത്തിന്റെയും അല്ലെങ്കിൽ സ്വേച്ഛാധികാരത്തിന്റെയും ഫാഷിസത്തിന്റെയും ഒക്കെ അടിസ്ഥാന യുക്തി യാഥാർത്ഥ്യത്തെ കേവല സത്തകളായി, ശാശ്വത വസ്തുതകളായി ഉറപ്പിച്ചു നിർത്തുക എന്നതാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പ്രകൃതം യാഥാർത്ഥ്യത്തെ നിരന്തരം പരിണാമ പ്രക്രിയകൾ എന്ന നിലയ്ക്ക് മനസ്സിലാക്കുക എന്നതാണ്. അതുകൊണ്ട് പ്രക്രിയാപരമായ ധാരണ, ഞാൻ ഇന്നലെ അത് പറയുകയുണ്ടായി, വ്യക്തികളെയും ചരിത്ര സന്ദർഭങ്ങളെയും പ്രക്രിയാപരമായി മനസ്സിലാക്കുക എന്നത് ഒരു വൈജ്ഞാനിക പ്രശ്നമല്ല, അടിസ്ഥാനപരമായ ജനാധിപത്യ പ്രശ്നമാണ്. അറിവ് ജനാധിപത്യപരമാകുന്നത്, അറിവ് ആർജിക്കുന്ന ആൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഭൂരിപക്ഷ ന്യൂനപക്ഷ തീരുമാനങ്ങൾ എന്ന ചില യുക്തികൾക്കകത്ത് അതിന് വിധേയപ്പെട്ട് നിലനിൽക്കുകയും ചെയ്യുന്നത് വഴിയല്ല. അറിവ് ജനാധിപത്യപരമാകുന്നത് ഏതറിവിലും സാമൂഹികമായ പ്രക്രിയ എന്താണ് എന്ന് ആരായുകയും പ്രക്രിയാപരമായി അതിനെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ്. കേവല വസ്തുതകൾ, ശാശ്വത വസ്തുതകൾ, മാറ്റമില്ലാത്ത മൂല്യങ്ങൾ എന്നത് ഒന്നുകിൽ അതിഭൗതികമാണ്, അല്ലെങ്കിൽ അമിതാധികാരപരമാണ്. അതുകൊണ്ട് അതിഭൗതികതയോടും അമിതാധികാരത്തോടും വൈജ്ഞാനികമായി ഏറ്റുമുട്ടുന്ന ഏതൊരാളും, അഥവാ അറിവിനെ ജനാധിപത്യപരമായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഏതൊരാളുടെയും പ്രാഥമികമായ ഉത്തരവാദിത്വം അറിവിനെ, ആശയാവലികളെ ചരിത്രപരമായി മനസ്സിലാക്കുക എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ സമകാലിക സംവാദങ്ങൾ വലിയൊരു പങ്ക് ഈ ചരിത്രവൽക്കരണം എന്നതിനെ പടിക്ക് പുറത്ത് നിർത്തുകയും കേവല വസ്തുതകളായി കാര്യങ്ങളെ കറുപ്പും വെളുപ്പുമായിട്ട് വേർതിരിച്ചെടുക്കുകയും കറുപ്പാണോ വെളുപ്പാണോ എന്ന കാര്യത്തിൽ തങ്ങൾക്കൊരു അന്തിമമായ ഉറപ്പുണ്ട് എന്ന് കരുതുകയും തങ്ങളുടേതല്ലാത്തതിനെയൊക്കെ നിരസിക്കാൻ വ്യഗ്രത കൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന വളരെ വിനാശകരമായ ഒരു ചിന്താലോകത്താണ്. ഞാൻ അതിനെ ഒരു തർക്കഭാഷ എന്ന് വേണമെങ്കിൽ പറയാം. അത് മറ്റൊരു നിലയിൽ ആലോചിക്കേണ്ട കാര്യമാണ്. തർക്കം, നാരായണഗുരു അടുത്ത വർഷമാണ് മറ്റേ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി, 924. നാരായണഗുരു ശതാബ്ദി, ആ സർവമത സമ്മേളനത്തിന്റെ ലക്ഷ്യവാചകമായി എഴുതി ചേർത്തിരുന്ന ഒരു വാക്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം: വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അത് വളരെ ആഴമുള്ള ദാർശനികമായ ഒരു കാര്യമാണ്. കാരണം അറിയുക, അറിയിക്കുക എന്ന് പറയുന്ന സമയത്ത് അറിയുക എന്നത് പ്രാഥമികമായി അപരത്തിൽ നിന്ന് ഉൾക്കൊള്ളലാണ്, അറിയിക്കുക എന്നത് അപരത്തിലേക്ക് കടന്നു നിൽക്കലാണ്. ആത്മവും അപരവും തമ്മിലുള്ള പങ്കുവയ്പിലാണ് അറിയലും അറിയിക്കലും. വാദിക്കലും ജയിക്കലുമാകട്ടെ അപരത്തെ നിരാകരിക്കലാണ്. അതുകൊണ്ട് വാദിച്ച് ജയിക്കുമ്പോൾ ജയിച്ചു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുമെങ്കിലും വാസ്തവത്തിൽ തോറ്റ ആള് നിങ്ങളെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയും അന്തിമമായി നിങ്ങൾ തോക്കുകയും ചെയ്യും. ഇത് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടി ഒരു വിവേകം വേണം. ജയിക്കാനുള്ള വിവേകം മാത്രം പോരാ, ബുദ്ധി മാത്രം പോരാ, മറിച്ചൊരു വിവേകം എന്ന് പറയുന്നത് വേണം. കാരണം വാദിച്ച് നിങ്ങൾ ജയിച്ചു എന്ന് കരുതുന്ന സമയത്ത് തോറ്റാളുണ്ടല്ലോ, അയാൾ എന്നേക്കുമായി നിങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ടാവും. മറിച്ച് അയാളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പണിയാണ് അറിയലും അറിയിക്കലും എന്നത്. ഇത് രണ്ട് കാര്യങ്ങളാണ്. വാസ്തവത്തിൽ മനുഷ്യ ഭാഷണത്തിന്റെ ജനാധിപത്യപരമായ രൂപവും ജനാധിപത്യ വിരുദ്ധ രൂപവുമാണ് സംവാദവും തർക്കവും. സംവാദത്തിൽ അറിയലും അറിയിക്കലുമുണ്ട്, തർക്കത്തിൽ വാദിക്കലും ജയിക്കലുമാണ്. അത് വളരെ ആഴമുള്ളൊരു പ്രശ്നമാണ്. അത് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ എന്താണ് ദേശീയത, അതെങ്ങനെയാണ് പരിണമിച്ചത്, അതിൻ്റെ പ്രഭവങ്ങൾ എന്തായിരുന്നു, ഏത് ഘട്ടത്തിലാണ് അതിൽ ഗാന്ധിജി നിർണായകമായ ഇടപെടൽ നടത്തുകയും അതിനെ പ്രകൃതത്തെ മാറ്റുകയും ചെയ്തത് എന്നതാണ് ഞാൻ ഒന്നാമതായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്, ഗാന്ധിജിയിലൂടെ രൂപപ്പെട്ടു വന്ന ഇന്ത്യൻ ദേശീയതയുടെ മുഖ്യധാരയ്ക്ക് പാശ്ചാത്യ ദേശീയതകളിൽ നിന്നും അക്കാലം വരെ നിലനിന്നിരുന്ന ഇന്ത്യൻ ദേശീയ ഭാവനയിൽ നിന്നും എന്തെന്ത് വ്യത്യാസങ്ങളുണ്ട് എന്നും
അത് നമ്മുടെ ദേശീയതയുടെ ഉള്ളടക്കത്തെ എങ്ങനെ പുതുക്കി പണിതു എന്നുള്ളതാണ് രണ്ടാമത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. മൂന്നും നാലുമായിട്ട് ഒരുപക്ഷെ പറഞ്ഞെത്തിക്കാൻ കഴിഞ്ഞേക്കില്ല. അത് മതം എന്ന പ്രശ്നത്തെ ഗാന്ധിജി അഭിസംബോധന ചെയ്തപ്പോൾ ദേശീയതയുമായി അതെങ്ങനെ കൂടിക്കുഴഞ്ഞു എന്നൊരു കാര്യം, ജാതി അഭിസംബോധന ചെയ്യുന്നതിൽ ഗാന്ധിജിക്കുണ്ടായ പരാധീനതകൾ, അംബേദ്കർ ഗാന്ധിയോട് നടത്തിയ ചില വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനമാണ്, അത് ഉൾക്കൊള്ളുന്നതിൽ ഗാന്ധിജിക്ക് വന്ന പരാധീനത എങ്ങനെ പിൽക്കാലത്ത് ഇന്ത്യൻ ദേശീയതയെ തന്നെ വലിയൊരളവോളം അകമേ ദുർബലമാക്കി എന്നീ കാര്യങ്ങളും കൂടി നമ്മുടെ ഈ ചർച്ചയുടെ പരിധിയിൽ വരുന്നുണ്ട്. എല്ലാം പറഞ്ഞെത്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, പറ്റുന്നത്രയും പറയാം, ബാക്കി പിന്നെ കിടക്കട്ടെ എന്നേ കരുതാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, എന്താണ് ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രപരമായുള്ളടക്കം? ഒരുപക്ഷെ അത് ഏറ്റവും ഫലപ്രദമായി വിശദീകരിച്ച ഒരാള് ഡോക്ടർ AR ദേശായിയാണ്. അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന ഗ്രന്ഥം 5 ഘട്ടങ്ങളായിട്ട് ഇന്ത്യൻ ദേശീയതയുടെ പരിണാമ ചരിത്രത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യയിലെ സർവകലാശാലകളെല്ലാം സ്ഥാപിതമാകുന്നു. 1857 ഇന്ത്യയിലെ ആദ്യത്തെ 3 സർവകലാശാലകൾ, ബോംബെയിലും കൽക്കട്ടയിലും അതുപോലെ മദ്രാസിലും സർവകലാശാലകൾ വരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ ഒന്നാം പകുതിയോടെ തന്നെ കോളേജുകൾ സ്ഥാപിക്കപ്പെടുന്നു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വരുന്നു. അങ്ങനെ പൊതുവിൽ പാശ്ചാത്യ ആശയങ്ങളോട് പരിചയമുള്ള ഒരു പുതിയ ബൗദ്ധിക മധ്യവർഗം, ഒരു മിഡിൽ ക്ലാസ് ഇന്റലിജൻഷ്യ എന്ന് വിളിക്കാവുന്ന ഒന്ന് രൂപപ്പെട്ടു വരുന്നു. അവർ വക്കീലന്മാരായിത്തീരുന്നു, ജഡ്ജിമാരായിത്തീരുന്നു, ഉദ്യോഗസ്ഥരായിത്തീരുന്നു, കോളേജുകളിലെയും മറ്റും അധ്യാപകരായിത്തീരുന്നു. അങ്ങനെ പരമ്പരാഗതമായ ജ്ഞാനമണ്ഡലത്തിനു പുറത്ത് യൂറോപ്പ് ജന്മം നൽകിയ, ജ്ഞാനോദയം ജന്മം നൽകിയ രാഷ്ട്രീയ ആശയങ്ങളോടും യുക്തിവിചാരത്തോടും അതിൻ്റെ ഘടനാപരമായ ക്രമങ്ങളോടുമൊക്കെ പരിചയമുള്ള ഒരു ബൗദ്ധിക മധ്യവർഗം ഇന്ത്യയിൽ വികസിച്ചു വരുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. അതിൻ്റെ ഒന്നാം പകുതി കഴിയുമ്പോഴാണ്. ഈ ബൗദ്ധിക വിഭാഗത്തിൻ്റെ, അതിനെ ഇന്റലിജൻഷ്യ എന്ന് നമുക്ക് സാമാന്യേന പറയാം, മിഡിൽ ക്ലാസ് ഇന്റലിജൻഷ്യ. ഇപ്പൊ കേരളത്തിൽ നമ്മൾ നോക്കിയാൽ ചന്തുമേനോനെ പോലെ ഒരാളെയൊക്കെ നമുക്ക് ഈ ബൗദ്ധിക മധ്യവർഗത്തിന്റെ ഒന്നാം തരം പ്രതിനിധിയായിട്ട് കാണാനായിട്ട് കഴിയും. അദ്ദേഹം വക്കീലായിരുന്നു, പിന്നെ ജഡ്ജിയായി തീർന്നു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു, പാശ്ചാത്യ മാതൃകയിലെ നോവലുകളൊക്കെ വായിച്ചു. അതെല്ലാം വായിച്ചിട്ട് അതിൻ്റെ മാതൃകയിലാണ് അദ്ദേഹം ഇന്ദുലേഖ എഴുതുകയും ചെയ്തത്. ഇന്ദുലേഖയുടെ ആമുഖത്തിലെടുത്ത ചന്തുമേനോൻ രസമായിട്ട് പറയുന്ന ഒരു കാര്യം, ചീമേന്ന് കപ്പൽ വരാൻ വൈകിയത് കൊണ്ട് ഇതിലെ ചില അധ്യായങ്ങളൊക്കെ എഴുതി പൂർത്തിയാക്കാൻ കാലതാമസം വന്നു എന്നാണ്. കാരണം കപ്പൽ വരണം, കപ്പലിൽ പുസ്തകം വരണം, അതുകൂടി വായിച്ചിട്ട് വേണം എഴുതി പൂർത്തിയാക്കാൻ എന്ന്. അങ്ങനെ അദ്ദേഹം ഇത് അദ്ദേഹം ഒറ്റക്കൊരാളൊന്നുമല്ല, ഒരുപാട് പേർ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ വലിയ പേരുകൾ നമ്മൾ പലപ്പോഴും പറയുമല്ലോ, രാജാ റാംമോഹൻ റോയിയെ പോലെ, ഈശ്വരചന്ദ്ര വിദ്യാസാഗറെ പോലെ ഒക്കെയുള്ള ആളുകൾ ഈ പറയുന്ന മധ്യവർഗ ഉപരിവർഗ ബൗദ്ധികതയുടെ പ്രതിനിധികളായി വന്നവരാണ്. ഈ വികസിച്ചു വരുന്ന മധ്യവർഗ ബൗദ്ധികതയുടെ രാഷ്ട്രീയ ബോധ്യങ്ങളും ആശയ ധാരണകളിലുമാണ് ഇന്ത്യൻ ദേശീയതയുടെ ആദ്യ അങ്കുരമുണ്ടായത് എന്നാണ് ദേശായി പറയുന്നത്. കാരണം അവർക്ക് ജനാധിപത്യം എന്ന രാഷ്ട്രീയ ആശയം അറിയാം, അവർക്ക് ആധുനിക നേഷൻ സ്റ്റേറ്റിനെ കുറിച്ചറിയാം, രാജവാഴ്ചയിൽ നിന്ന് പരമാധികാര റിപ്പബ്ലിക്കുകളിലേക്കുള്ള പുതിയ ഭരണക്രമത്തിന്റെ പരിവർത്തനത്തെക്കുറിച്ച് അറിയാം. അങ്ങനെ ഒരു ജനതയുടെ അധികാരത്തിൽ രൂപപ്പെടുന്ന രാഷ്ട്രം എന്ന സങ്കല്പവുമായി പരിചയം കൈവന്ന ഈ മധ്യവർഗ ബൗദ്ധിക വിഭാഗത്തിന്റെ ബോധ്യങ്ങളിലാണ് ഒന്നാമതായി ദേശീയത എന്ന ആശയം വളരെ അവ്യക്തമായ രൂപത്തിൽ പൊട്ടിക്കിളിർക്കുന്നത് എന്നാണ് ദേശായി പറയുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ ഒന്നാമത്തെ പടവായി അദ്ദേഹം അതിനെ കാണുന്നു. രണ്ടാമത്തെ ഘട്ടം 19ാം നൂറ്റാണ്ടിന്റെ അവസാനവും 20ാം നൂറ്റാണ്ടിലേക്കുള്ള പരിവർത്തനത്തിന്റെയും ഘട്ടമാണ്. 19ാം നൂറ്റാണ്ടിൽ നിന്ന് 20ാം നൂറ്റാണ്ടിലേക്ക് ഉള്ള പരിവർത്തന ദശയിൽ ഇന്ത്യൻ ദേശീയതയുടെ രണ്ടാമത്തെ ഒരു ഘട്ടം ജന്മമെടുക്കുന്നതായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതെന്തെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ സവിശേഷമായ ഒരു സാമൂഹിക വർഗം തങ്ങളുടെ സാമ്പത്തിക ഭൗതിക താല്പര്യങ്ങളെ ദേശീയത എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി ദേശീയതയ്ക്ക് ഒരു ഭൗതികമായ സ്വഭാവം നൽകാൻ ആദ്യമായി ശ്രമിക്കുന്നു. ഇന്ത്യയിലെ വാണിജ്യ മുതലാളിത്തം 19ാം നൂറ്റാണ്ട് അവസാനവും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യവുമാകുമ്പോഴേക്കും ഇന്ത്യയിലെ
തദ്ദേശീയ മുതലാളിത്തം പതിയെ പതിയെ വികസിച്ചു വരുന്നു. പ്രത്യേകിച്ചും വാണിജ്യ കാര്യങ്ങളിൽ മർക്കന്റൈൽ ബൂർഷ്വാസി എന്ന് സാങ്കേതികമായി പറയുന്ന വാണിജ്യ മുതലാളിത്തം ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളെ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ വാണിജ്യ കാര്യങ്ങളിൽ ഒരു സ്വതന്ത്ര ശക്തിയായി വികസിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വികസിക്കാൻ തുടങ്ങുന്ന സമയത്ത് തദ്ദേശീയ മുതലാളിത്തത്തിന്റെ വളർച്ചയ്ക്ക് വിഘാതമായ പലതരത്തിലുള്ള നികുതി നയങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് വിഘാതമാകുന്ന ബ്രിട്ടീഷ് നികുതി നയങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയ വിമർശനം